താലിയോഗം ഭാഗം 3. ഹായ്, ഞാനാണ് കാർത്തിക. നമ്മുടെ പുതിയ ചാനൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ. താലിയോഗം എന്ന ഈ സ്റ്റോറിയുടെ പഴയ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ പുതിയ ഭാഗങ്ങളായിരിക്കും വരുന്നത്. 30 ഭാഗങ്ങളായിരുന്നു ദൃശ്യം ബ്ലോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇന്ന് ഈ ഒരു ഭാഗത്തോടു കൂടി ആ 30 ഭാഗങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ പുതിയ അധ്യായമാണ് തുടങ്ങാൻ പോകുന്നത്. എന്തായാലും എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക്. നന്ദിത കുറച്ചു സമയം ആ കാഴ്ച നോക്കി നിന്നു. പിന്നെ സോഫയിലേക്കിരുന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു ഗൗരവം നിറഞ്ഞു. എനിക്ക് ദിലീപ് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവൾ പതുക്കെ പറഞ്ഞു. അത് കേട്ടതും ദിലീപ് അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ആകാംക്ഷയായിരുന്നു. ഇപ്പോഴും അവന്റെ വിരലുകൾ വായിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് കുഞ്ഞ്. ദിലീപ് സാറിന് എന്നെക്കുറിച്ച് എന്തറിയാം? ശാലിനി പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ അറിയൂ. എന്നാൽ അതെല്ലാം തെറ്റാണ്. അങ്ങനെയൊന്നുമല്ല എന്റെ ജീവിതം. അവൾ പറഞ്ഞതും ദിലീപ് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നെക്കുറിച്ച് ഈ നാട്ടില് എല്ലാം അറിയുന്ന ഒരേ ഒരാള് ശാലിനി മാത്രമാണ്. മറ്റാർക്കും എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. സാറ് വിചാരിക്കുന്നത് പോലെ ഒരു സ്ത്രീയല്ല ഞാൻ. അത് കേട്ടതും ദിലീപ് അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങള് അത് സാധാരണ കാര്യങ്ങളൊന്നുമല്ല. അവളുടെ കണ്ണുകൾ കുഞ്ഞിലേക്ക് പോയി, പിന്നെ വീണ്ടും ദിലീപിലേക്ക്. ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് സാറിന് അറിയാമോ? അവൾ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. സാറിന് അറിയണോ എന്നെക്കുറിച്ച്? അവൾ ചോദിച്ചു. വേണം നന്ദിത, എനിക്ക് എല്ലാം അറിയണം. എന്തൊക്കെയോ രഹസ്യങ്ങൾ തൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രഹസ്യങ്ങളല്ല, വിഷമങ്ങൾ. ദിലീപ് തിരുത്തി പറഞ്ഞു. എന്തുകൊണ്ടാ നീ ഇങ്ങനെ ഒറ്റപ്പെട്ടതുപോലെ ജീവിക്കുന്നത്? എല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എല്ലാം എനിക്കറിയണം, അവൻ പറഞ്ഞു. നന്ദിത കുറച്ചു സമയം അവനെ നോക്കി, പിന്നെ കുഞ്ഞിനെയും. സാറിന് മോളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഇന്നിവിടെ വരാൻ ഞാൻ പറഞ്ഞത് സാറിനോട് എല്ലാം തുറന്നു പറയാൻ തന്നെയാണ്. ഇനിയും സാറ് ഒന്നും അറിയാതെ ഇരിക്കരുത് എന്ന് എനിക്ക് തോന്നി. ഇന്ന് സാറിന്റെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. സാറിന്റെ അമ്മ പറഞ്ഞു, സാറ് എന്നെയും എന്റെ കുഞ്ഞിനെയും സാറിന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതിന് സാറിന്റെ അമ്മയ്ക്കും സമ്മതമാണ് എന്ന്. പക്ഷെ ഇനിയും നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രതീക്ഷ നൽകാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സാർ എല്ലാം അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചതും, അവൾ പറഞ്ഞു. സാറ് പറഞ്ഞതുപോലെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയല്ല. കുറച്ചു മുമ്പ് വരെ അച്ഛനും അമ്മയും അനിയനും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ എൻ്റെ അനിയന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ഒരു ആക്സിഡന്റ് പറ്റി അവന് കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഭേദമായി വരുന്നുണ്ട്. അതിനു വേണ്ടിയാ പോയത്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, അവർ 3 പേരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. പിന്നെ ശാലിനി പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ വിവാഹിതയല്ല. പക്ഷേ സാറിൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞ് എൻ്റെയാണ്. ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകള്. അവൾ പറഞ്ഞതും മുന്നിലിരുന്ന ദിലീപ് ഒരു ഞെട്ടലോടെ അവളെ നോക്കി. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് സാർ എന്നെക്കുറിച്ച് അറിയണം, എൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയണം, നന്ദിത പറഞ്ഞു തുടങ്ങി. തൻ്റെ വീട്ടുകാരെക്കുറിച്ച്, നന്ദനെ പറ്റിയ അപകടത്തെപ്പറ്റി, അതിന് കാരണക്കാരിയായ അവന്റെ പ്രണയമായ അനന്തിക ദേവരയരെ കുറിച്ച്. പ്രശസ്തനായ അഡ്വക്കേറ്റ് അർജുൻ ദേവരയരുടെ സഹോദരിയാണ് തന്റെ സഹോദരന്റെ അപകടത്തിന് കാരണം എന്നുള്ള കാര്യവും അവൾ പറഞ്ഞു. അവൾ അർജുനെ കാണാൻ ചെന്നതും അവനോട് സംസാരിച്ചതും എല്ലാം ഒരു ആകാംക്ഷയോടെയാണ് ദിലീപ് എല്ലാം കേട്ടിരുന്നത്. ഞാൻ അങ്ങനെ അനന്തിക പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ കോളേജിലെ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. ആദ്യം അന്വേഷിച്ചതും അനന്തികയെക്കുറിച്ച് തന്നെയായിരുന്നു. എൻ്റെ ക്ലാസ്സിലാണ് എന്നറിഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ അവളെ കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു. പക്ഷെ ക്ലാസ് തുടങ്ങിയിട്ടും അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞതും അവളും 2-3 ചെറുപ്പക്കാരും കൂടി കയറി വന്നു. അത് അനന്തികയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അന്ന് ശാലിനിയും അതേ കോളേജിലെ അധ്യാപികയാണ്. അവൾ എനിക്ക് അനന്തികയുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തില് എനിക്ക് അവളെ മനസ്സിലായി. വരാൻ വൈകിയത് എന്താണെന്ന് ചോദിച്ചപ്പോ അവള് വോളിബോൾ ടീമിന് എന്തോ കാര്യത്തിന് വേണ്ടി പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും ഞാനത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കയറിയിരിക്കാൻ പറഞ്ഞു. ക്ലാസ് എടുക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ മുഴുവനും അവളിൽ തന്നെയായിരുന്നു.
അവളുടെ ഓരോ ഭാവങ്ങൾ, നോട്ടങ്ങൾ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. അന്ന് കോളേജ് വിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് നന്ദനെ കാണാൻ വേണ്ടി ചെന്നു. അന്ന് ഞാൻ അനന്തികയെ കണ്ടത് അവനോട് പറഞ്ഞു. അവനപ്പോൾ വല്ലാത്ത ദേഷ്യമാണ് അവളോട് എന്ന് എനിക്ക് അവന്റെ മുഖഭാവത്ത് നിന്ന് തന്നെ മനസ്സിലായി. പക്ഷേ അവൻ എന്നെ തടഞ്ഞു. ചേച്ചി വെറുതെ അവളുമായിട്ട് വഴക്കിന് പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അത് കാര്യമാക്കിയില്ല. എന്റെ അനിയന് ഈ അവസ്ഥയിലാക്കിയ അവളെ വെറുതെ വിടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അച്ഛനെ കാണാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദിച്ച് അർജുനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ അറിഞ്ഞു. അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിക്കുകയായിരുന്നു എന്നും അർജുൻ വലുതായി വക്കീലായതിനു ശേഷം അയാൾ എടുത്ത ആദ്യത്തെ കേസ് അച്ഛന്റെയും അമ്മയുടെയും അപകട മരണത്തെക്കുറിച്ച് ആയിരുന്നു. അത് പിന്നീട് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു. അതിന്റെ പിന്നിലുള്ള ആളുകളെയും അവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. അവന്റെ ബന്ധുക്കൾ തന്നെയായിരുന്നു സ്വത്തിനു വേണ്ടിയാണ് ഇല്ലാതാക്കിയത് എന്ന് അവൻ തെളിയിച്ചു. പിന്നെ ആ സഹോദരിക്ക് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത്. സഹോദരി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവനാണ്. തിരിച്ച് അവൾക്കും അങ്ങനെ തന്നെയാണ്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ എന്ന് ഞാൻ അറിഞ്ഞു. ഒരു ദിവസം അർജുൻ എന്നെ ഫോണിൽ വിളിച്ചു. എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താണ് അയാൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടു. അന്ന് അർജുൻ എന്നോട് പറഞ്ഞത്, അർജുൻ സഹോദരിയോട് നന്ദനെ കുറിച്ച് ചോദിച്ചെന്നും അവൾക്ക് നന്ദനെ ഇഷ്ടമായിരുന്നു എന്നും അവൾ അവനെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചത് എന്നാണ് ആനന്ദിക പറഞ്ഞതെന്നും പറഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങളുടെ സഹോദരി ആത്മാർത്ഥ പ്രണയമായ എന്റെ അനിയനെ കൊല്ലാനായി ശ്രമിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞ കാരണം ഗായത്രിയായിരുന്നു. ഗായത്രി? അതെ, ഞങ്ങളുടെ റിലേറ്റീവായ ഗായത്രി. ആ പെൺകുട്ടി എപ്പോഴും അനന്തികയെ നന്ദുവിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുമായിരുന്നു എന്ന്. അവൾക്ക് നന്ദനെ ഇഷ്ടമായിരുന്നു എന്ന് അവൾ അനന്തികയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരിക്ക് ഈ ഗായത്രിയെ ഇഷ്ടമല്ലായിരുന്നു. അതവൾ പലപ്പോഴും നന്ദനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നന്ദൻ അവളെ ഒഴിവാക്കാൻ തയ്യാറല്ലായിരുന്നു. പലപ്പോഴും അനന്തികയെ കാണാൻ വരുമ്പോൾ ഈ ഗായത്രിയും കൂടെയുണ്ടാകും. അതൊന്നും അനന്തികയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അത് പലപ്പോഴും നന്ദനോട് പറഞ്ഞപ്പോഴും അവർ തമ്മിൽ വഴക്കിട്ടു. ആ വഴക്ക് ഗായത്രി പലപ്പോഴും മുതലാക്കിയിട്ടുണ്ട് എന്നാണ് അനന്തിക പറയുന്നത്. നന്ദിത അർജുൻ പറയുന്നത് മുഴുവനും കേട്ടിരുന്നു. ഗായത്രിയെ കുറിച്ച് അങ്ങനൊരു സംശയം അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അർജുന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവൻ പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് നന്ദിതയ്ക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ തന്നെ കൊല്ലാൻ ശ്രമിക്കണായിരുന്നോ? നന്ദിത ചോദിച്ചു. അത് ഞാൻ അനന്തികയോട് ചോദിച്ചപ്പോൾ അനന്തിക പറഞ്ഞത് അവൾ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ്. അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും നന്ദൻ ഗായത്രിയുമായിട്ടുള്ള കൂട്ടുകെട്ട് തുടർന്നു കൊണ്ടേയിരുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും ആ കൂട്ടുകെട്ട് കളയാത്തതിന്റെ ദേഷ്യമായിരുന്നു. അന്ന് ആ അപകടം സംഭവിക്കുന്ന അന്ന് ഗായത്രിയും കൊണ്ട് നന്ദൻ ബൈക്കിൽ പോകുന്നത് അവൾ കണ്ടിരുന്നു. ആ ദേഷ്യം അവൾ തീർത്തതാണ് എന്നാണ് പറയുന്നത്. അർജുൻ പറഞ്ഞു. ഇല്ല, ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അവൾ പറഞ്ഞു. അർജുൻ എത്ര പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കാത്തതിന്റെ ദേഷ്യത്തില്, നീ ഇനി വിശ്വസിക്കണ്ട, പക്ഷേ ഞാൻ തന്നെ അത് തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിരിഞ്ഞത്. അന്നു മുതൽ ഞാനും ഗായത്രിയെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. എന്റെ അമ്മയുടെ സഹോദരന്റെ മകള് ആയതുകൊണ്ട് അവൾക്ക് എപ്പോഴും വീട്ടിൽ വരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനുമായിട്ടുള്ള അവളുടെ കൂട്ടുകെട്ടില് സംശയമൊന്നും എനിക്കും തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് അർജുൻ പറഞ്ഞപ്പോൾ എന്തോ സംശയം തോന്നി. കാരണം അവന്റെ വാക്കുകളിൽ ഒരു കള്ളവും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ അറിഞ്ഞു വെച്ചുള്ള ഒരു ഭാവമായിരുന്നു. നന്ദന് അപകടം പറ്റിയ അന്ന് വൈകുന്നേരം അവൾ സിംഗപ്പൂർക്ക് പോയതാണ്. അവളൊരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് എന്റെ മുന്നിൽ വീണ്ടും അർജുൻ വന്നു. അവന്റെ ഫ്രണ്ട് ഒരു പോലീസ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ CCTV ഫുട്ടേജുമായിട്ട്. നന്ദന് അപകടം സംഭവിച്ച അന്ന് അവിടെ നിന്ന് കിട്ടിയ CCTV ഫുട്ടേജ് ആയിരുന്നു അത്. അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അന്ന് വണ്ടി ഓടിച്ചത് വിക്രമായിരുന്നു എന്ന്. പക്ഷെ വിക്രമിന്റെ അടുത്ത് അവൾ ഉണ്ടായിരുന്നു, അനന്തിക. എന്നാൽ താൻ തന്റെ സഹോദരിയെ ചോദ്യം ചെയ്തു എന്നും അവൾ പറഞ്ഞത് ചെറുതായി ഒന്ന് മുട്ടുക മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നാണ്. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. അർജുൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നന്ദിത. ഇതിൽ ഗായത്രിക്ക് എന്തോ പങ്കുണ്ടെന്ന് അർജുൻ ഉറപ്പിച്ച് പറഞ്ഞു. അവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവളോട് ചോദിക്കാൻ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. എന്നാൽ അവൾ വരാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഞാൻ. എന്നാൽ കോളേജിൽ വെച്ച് ഞാൻ അനന്തികയുമായിട്ട് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. അന്നെന്നെ വിക്രം ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു അധ്യാപികയാണ് എന്ന് പോലും അവൻ ഓർത്തില്ല. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി
അവന് അനന്തികയോട് എന്റെ ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന്. ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു വിക്രമിന് അനന്തികയെ ഇഷ്ടമാണ് എന്ന്. അവന്റെ സംസാരവും അവൾക്ക് കൊടുക്കുന്ന കെയറിങ്ങും എല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു അന്ന് എന്റെ അനിയന് പറ്റിയ അപകടത്തിന് പിന്നിൽ നല്ലൊരു പങ്ക് വിക്രമിനും ഉണ്ടെന്ന്. ഞാനത് പറയാനായിട്ട് അർജുനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരു പാലത്തിന്റെ അടിയിൽ കണ്ടുമുട്ടി. ഞാൻ എന്റെ സംശയങ്ങൾ മുഴുവനും അർജുനോട് പറഞ്ഞു. അർജുൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് മാത്രം പറഞ്ഞു. ഞാൻ അവിടെ നിന്നും പോന്നു. അർജുൻ വിക്രമിനോട് അവിടെ വരാൻ പറയുകയും അവൻ വരികയും അർജുൻ വിക്രമിനോട് സംസാരിക്കുകയും ചെയ്തു. അന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് അർജുനും അത് ഉറപ്പായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗായത്രി തിരിച്ചു വരുന്നത്. വീട്ടിലേക്കാണ് അവൾ വന്നത്. അപ്പോഴേക്കും നന്ദനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവൾ നന്ദനോട് പെരുമാറുന്നത് എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. അതിൽ നിന്ന് തന്നെ എനിക്ക് അർജുൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നി. അന്ന് അവിടേക്ക് എന്റെ വീട്ടിലേക്ക് അർജുൻ വന്നു. അവിടെ വെച്ച് ഗായത്രി അവളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അർജുൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അച്ഛനും അമ്മയും നന്ദുവിന് പറ്റിയത് അപകടമല്ല എന്ന് അറിഞ്ഞപ്പോ ആ ഒരു ഷോക്കിലായിരുന്നു. അത് മാത്രമല്ല, ഗായത്രിയും വിക്രമും കൂടി ചേർന്നാണ് ഇങ്ങനൊരു അപകടം നടത്തിയത് എന്നും അവർ തമ്മിൽ കൂട്ടുകാരാണ് എന്നുകൂടി അർജുൻ തെളിവ് സഹിതം പറഞ്ഞതും എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഞാൻ ഗായത്രിയെ തല്ലി. അന്ന് തന്നെ അവളെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു. നീ ഇങ്ങോട്ട് വരരുത് എന്നും പറഞ്ഞു. ഞാൻ മാത്രമല്ല, നന്ദനും. അവൾ നന്ദനോട് ചെന്ന് സംസാരിക്കാൻ ചെന്നതും നന്ദനും അവളുടെ വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണ് പെരുമാറിയത്. അന്ന് തന്നെ അർജുനെയും വിക്രം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അനന്തികയുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തു. തെളിവ് സഹിതം ചോദ്യം ചെയ്തതും വിക്രമിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാം കേട്ട ഞെട്ടലിൽ ഇരിക്കുകയായിരുന്നു അനന്തികയും. തന്നെ ചതിച്ചതാണ്, തന്റെയും നന്ദുവിന്റെയും പ്രണയം ഇല്ലാതാക്കാൻ നോക്കിയത് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ വിക്രമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അതിന്റെ കൂടെ അവന്റെ കൂടെ എല്ലാത്തിനും ഗായത്രി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് അവൾക്ക് താങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വിക്രമിനെ തല്ലുകയും അവിടെ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. എല്ലാം അവസാനിച്ചുവെങ്കിലും അനന്തികയ്ക്ക് കുറ്റബോധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കുറച്ചു ദിവസം കോളേജിലേക്ക് വന്നില്ല. എല്ലാം കലങ്ങി തെളിഞ്ഞു. ഇതിന് പിന്നിൽ ആരാണ് എന്ന് തെളിഞ്ഞെങ്കിലും ഞാൻ ഒരുപാടൊന്നും അനന്തികയുമായിട്ട് സംസാരിക്കാനോ ഒന്നും പോയില്ല. നന്ദുവിന്റെ ട്രീറ്റ്മെന്റ് തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോളേജിലെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം വരുന്നത്. അന്ന് ഉദ്ഘാടനത്തിന് വരുന്നത് അർജുനാണ് എന്നറിഞ്ഞപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ആ കോളേജിന് വേണ്ടി നല്ലൊരു തുക അർജുൻ കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഉദ്ഘാടന ദിവസം അവന്റെ മുന്നിലേക്ക് വരാതെ ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞ് പോകാൻ നേരം അർജുൻ എന്നെ അന്വേഷിച്ചു വന്നു. അന്ന് അനന്തിക കോളേജിൽ വരാത്തത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. എന്നെ ഫേസ് ചെയ്യാനുള്ള മടിയാണ് എന്ന് അർജുൻ പറഞ്ഞു. അതൊന്നും സാരമില്ല, ആ കുട്ടിയോട് കോളേജിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വിട്ടു. പിറ്റേന്ന് മുതൽ അവൾ കോളേജിലേക്ക് വന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരുപാടൊന്നും സംസാരിക്കില്ല. സാധാരണ മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെയാണ് ഞാൻ അവളോട് പെരുമാറിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോളേജില് ഒരു സാറിന്റെ വിവാഹം നടക്കുന്നത്. വൈകിട്ട് പാർട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഒരു വലിയ റിസോർട്ടിൽ വെച്ച്. ആ സമയം നന്ദുവിന് ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ അച്ഛനും അമ്മയുമാണ് അവന് സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ഫംഗ്ഷന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ശാലിനി വന്ന് എന്നെ വിളിച്ചു, നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. ഫംഗ്ഷൻ നടക്കുന്ന അവിടെ വെച്ച് ശാലിനി അത്യാവശ്യം ബിയറെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷന് അർജുൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറി ബ്രൈഡിന് ഗിഫ്റ്റ് കൊടുക്കുന്ന അർജുനെ കണ്ടിരുന്നു. അവിടെ വെച്ച് അർജുൻ ഒന്ന് കണ്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ മാറിയിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ആട്ടവും പാട്ടും ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിയർ കഴിക്കാനും മറ്റും എന്നെ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും ഞാൻ കഴിച്ചില്ല. എനിക്ക് മധുരം ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കേക്കും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിച്ചു. പക്ഷെ ഒരുപാട് കഴിച്ചത് കൊണ്ടാണ് എനിക്ക് തലചുറ്റലും ഛർദ്ദിക്കാനും എല്ലാം തോന്നി. ഞാൻ അങ്ങനെ വാഷ്റൂമിലേക്ക് പോയതാണ്. പെട്ടെന്ന് എനിക്ക് കണ്ണിലെല്ലാം ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു റൂമിലാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അടുത്ത് കിടക്കുന്ന ആളെ കണ്ട് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലായി, ഞാൻ ചതിക്കപ്പെട്ടു എന്ന്. എൻ്റെ അത്രയും പറഞ്ഞ് അവൾ നിർത്തി. അവൾക്ക് ബാക്കി പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി. ശരീരമെല്ലാം നുറുങ്ങുന്ന പോലൊരു വേദന.
എങ്ങനെയൊക്കെ ഞാൻ റൂമിലേക്ക് വന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ തളർന്നിരുന്നു. എൻ്റെ ബാഗും ഫോണും ഞാൻ എടുത്തു. അപ്പോഴാണ് അടുത്ത് കിടക്കുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ചത്. അർജുൻ അർജുൻ ദേവരയ്യർ. ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ ഓടിപ്പിടഞ്ഞ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് രണ്ടുപേർ അങ്ങോട്ട് വരുന്നത് കണ്ടത്. അവരെ കണ്ടതും ഞാൻ മറഞ്ഞു നിന്നു. അപ്പോഴാണ് അത് വിക്രമിന്റെ കൂട്ടുകാരാണെന്നും അവർ പ്ലാൻ ചെയ്ത് എന്നെ ചതിച്ചതാണെന്നും എന്നെ മാത്രമല്ല അർജുനെയും ചതിച്ചതാണെന്നും എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും ഞാൻ ഓടി പാർക്കിങ്ങിലേക്ക് വന്നു. കാറിൽ കയറിയിരുന്നു. കുറെ സമയം കഴിഞ്ഞ് അവിടേക്ക് ശാലിനി വന്നത്. എന്നെ അന്വേഷിച്ച് കാണാതെ വന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ അവൾ എന്നെ കണ്ട് എൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി. എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൾക്കും വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷെ ഇതില് അർജുൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. വിക്രം, ഗായത്രി അവരുടെ രണ്ടുപേരുടെയും പണിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. ഇനിയും എന്തൊക്കെയാണ് അവർ കരുതി വെച്ചിരിക്കുന്നത് എന്നറിയില്ലല്ലോ. പക്ഷെ അന്ന് മുതൽ ഞാൻ ശരിക്കും മാറി. പഴയ നന്ദിതയിൽ നിന്നും എനിക്ക് വല്ലാത്തൊരു മാറ്റമായിരുന്നു. അർജുനെ ഇനിയും കാണരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ഇതിനോടകം അർജുൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എന്നെ അന്വേഷിച്ച് വന്നാലോ എന്നുള്ള ഭയം കൊണ്ട് കോളേജിൽ വൈകിയെത്തും. കോളേജിൽ നിന്ന് നേരത്തെ പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും മറ്റൊരു നന്ദിതയായിരുന്നു. കോളേജിൽ വരുന്നതിലും പഠിപ്പിക്കുന്നതിലും മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അമ്മയും അച്ഛനും പലപ്പോഴും ചോദിക്കുമ്പോൾ നന്ദുവിന്റെ കാര്യം ഓർത്തുള്ള സങ്കടമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നന്ദുവിന് അപ്പോഴും ട്രീറ്റ്മെന്റ് വീട്ടിൽ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനിയുടെ വിവാഹം ഉറപ്പിക്കുന്നതും അവൾ തിരുവനന്തപുരത്ത് അവളുടെ റിലേഷനിൽ തന്നെയുള്ള ആളെയാണ് വിവാഹം കഴിക്കുന്നതും. അതിന് അവൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവളുടെ വിവാഹത്തിന് ഞാൻ സന്തോഷമായി പങ്കെടുക്കണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എല്ലാം മറന്നു കളയാൻ അവൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അവളുടെ വിവാഹം കഴിഞ്ഞ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു തലചുറ്റലും വൊമിറ്റിങ്ങും തോന്നി. എന്തൊരു സംശയം തോന്നി. ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി. ടെസ്റ്റ് ചെയ്ത് നോക്കി. പോസിറ്റീവാണ് എന്ന് അറിഞ്ഞ ശരിക്കും ഞാൻ തകർന്നു പോയി. അച്ഛനും അമ്മയും നന്ദുവിനെയും കൂട്ടി ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു. നന്ദനെ വീൽ ചെയറിൽ ഇരുത്തിയാണെങ്കിലും വിവാഹത്തിന് അവൻ പങ്കെടുക്കണമെന്ന് ശാലിനിക്ക് നിർബന്ധമുണ്ടായത് കൊണ്ടാണ് അവനെയും കൊണ്ട് പോയത്. അവന്റെ കാലൊക്കെ അനക്കി തുടങ്ങി വരികയായിരുന്നു. ഞാൻ ശരിക്കും ആ ദിവസം മുതൽ ഒരു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. അമ്മയും അച്ഛനും നന്ദനും എല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ അമ്മ എന്നെ ചോദ്യം ചെയ്തു. എനിക്കെല്ലാം പറയേണ്ടി വന്നു. അച്ഛനും അമ്മയും എല്ലാം കേട്ട് തളർന്നു. നന്ദു വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. താൻ കാരണമാണ് എന്നുള്ളൊരു കുറ്റബോധം എൻ്റെ അനിയനുണ്ടായി. അങ്ങനെയാ ഞാനും എൻ്റെ കുടുംബവും അവിടെ നിന്നും ഈ നാട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നത്. അവൾ പറഞ്ഞു നിർത്തിയതും ദിലീപ് അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെയും നോക്കി. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പിന്നെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, താൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് വിദേശത്താണ് എന്നല്ലേ? ഒരിക്കൽ തന്റെ കഴുത്തിൽ താലിയും സിന്ദൂരവും കാണാതെ വന്നപ്പോ ഒരു സംശയത്തിന്റെ പുറത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് തന്റെ ഭർത്താവ് മരിച്ചു എന്ന് ശാലിനി എന്നോട് പറഞ്ഞത്. മറ്റുള്ളവർ ആരും തന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഭർത്താവ് വിദേശത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും ശാലിനി പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് എൻ്റെ അമ്മയും തന്റെ ഭർത്താവ് മരിച്ചു എന്ന് കരുതിയത്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, താൻ എല്ലാവരോടും പറഞ്ഞതുപോലെ തന്നെ തന്റെ വിദേശത്തുള്ള ഭർത്താവാകാൻ ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞത് കേട്ടതും നന്ദിത ഞെട്ടലോടെ അവനെ നോക്കി. അതെ, തന്റെ ഭർത്താവാകാനും ഈ കുഞ്ഞിന്റെ അച്ഛനാകാനും ഞാൻ തയ്യാറാണ്. ദിലീപ് അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അന്ന് ശരിക്കും നന്ദിത എല്ലാ കാര്യങ്ങളും ദിലീപിന് പറഞ്ഞു മനസ്സിലാക്കാനും ഇനി തന്റെ പുറകെ ഇങ്ങനെ നടക്കരുത് എന്ന് കരുതിയാണ് എല്ലാം പറഞ്ഞത്. പക്ഷെ ഇപ്പോ അദ്ദേഹം തന്നെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നു, തന്റെ കുഞ്ഞിനെയും. അതവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു, ഒപ്പം സങ്കടവും. അന്ന് ഉറങ്ങാതെ അവൾ നേരം വെളുപ്പിച്ചു. രാവിലെ ഒട്ടും ഉത്സാഹമില്ലാതെയാണ് അവൾ കോളേജിലേക്ക് പോയത്. കുട്ടികൾക്ക് എക്സാം തുടങ്ങുന്നത് കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അവളെ കാത്ത് ശാലിനി നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ശാലിനി വേഗം അടുത്തേക്ക് ചെന്നു. എന്തായി, ഇന്നലെ ദിലീപ് സാർ വന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. നന്ദിത ഉണ്ടായ സംഭവങ്ങൾ എല്ലാം പറഞ്ഞു.
അപ്പോ ദിലീപ് സാറ് രണ്ടും കൽപ്പിച്ചാണ് അല്ലേ? ശാലിനി ചോദിച്ചു. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ദിലീപ് വന്നത്. സാറ് നന്ദിതയുടെ മുഖത്തേക്ക് നോക്കി. താൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല. ഞാൻ കാരണം തന്റെ ഉറക്കം പോയോ? തന്റെ ഉറക്കം പോകാതിരിക്കാനാണ് ഞാൻ തന്നെ എന്റെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. ആ കുഞ്ഞിന് ഒരു അച്ഛൻ വേണ്ടേ? അച്ഛനില്ലാതെ, അച്ഛന്റെ സ്നേഹം അനുഭവിക്കാതെ ആ കുഞ്ഞ് വളരണോ നന്ദിത? ഒരു അച്ഛന്റെ സ്നേഹം അവൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ദിലീപ് പറഞ്ഞു. അത് അത് വേണ്ട, അത് വേണ്ട സാർ, നന്ദിത പറഞ്ഞു. ഇനി തനിക്ക് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലും നമ്മുടെ ഈ കുഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ടാകില്ല. നമ്മുടെ രണ്ടുപേരുടെയും മകളായിട്ട് തന്നെ അവൾ വളരും. ഇനി നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും എൻ്റെ ആദ്യത്തെ മകള് അവളായിരിക്കും. ഒരു രണ്ടാനച്ഛനായിട്ടല്ല, എൻ്റെ മകളായിട്ടാണ് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ കുഞ്ഞിനോടുള്ള സ്നേഹം പോകും എന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ നമുക്ക് മറ്റൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കണ്ട. നമുക്ക് ഈ ഒരു മകൾ മതിയെന്ന് തീരുമാനിക്കാനും ഞാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിലും ഈ അമ്മയെയും മകളെയും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാടോ ഈ അമ്മയെയും ആ മകളെയും താൻ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് പറയണം. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. അത്രയും പറഞ്ഞ് അവൻ പോയതും അവൾ അവിടെ നിന്നും വിങ്ങിപ്പൊട്ടി. കുട്ടികൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും അവൾ വേഗം വാഷ്റൂമിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് മുഖമെല്ലാം കഴുകി പുറത്തേക്ക് വന്നതും അവളെ കാത്ത് ശാലിനി നിൽക്കുന്നുണ്ടായിരുന്നു. നീ വാ എന്ന് പറഞ്ഞ് ശാലിനി അവളെ വിളിച്ചു. അവളുടെ കൈ രണ്ടും പിടിച്ചുകൊണ്ട് അവൾ ക്യാമ്പസിന്റെ ഒരു വലിയ മരത്തണലിലേക്ക് പോയിരുന്നു. ക്ലാസ് തുടങ്ങിയിരുന്നു. പക്ഷെ രണ്ടുപേരും ക്ലാസ്സിൽ പോകാതെ ഇരുന്നു. അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കുന്ന നന്ദിതയെ കണ്ട ശാലിനി, എന്താ നന്ദ, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ദിലീപ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ആര്യത്തെ മോൾക്ക് ഒരച്ഛൻ വേണ്ടേ? ശാലിനി അത്രയും പറഞ്ഞതും നന്ദിത അവളെ നോക്കി. നിനക്കും എല്ലാം അറിയില്ല ശാലു, എന്നിട്ടും നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അറിയാം, പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നന്ദ നിന്നോട്. നിനക്ക് ഇപ്പോഴും അർജുൻ ദേവരയോട് ദേഷ്യമൊന്നുമില്ലേ? അല്ലെങ്കിൽ നീ ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ടോ? ശാലിനി ചോദിച്ചു. നന്ദിതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇല്ല, എനിക്കങ്ങനെയൊന്നുമില്ല, അവൾ പറഞ്ഞു. അപ്പോഴേക്കും ശാലിനിയെ ആരോ വന്ന് വിളിച്ചതും ശാലിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. നന്ദിത അവിടെ തന്നെ ഇരുന്നു. ദിലീപിനോട് അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഓർത്തു. അന്നത്തെ സംഭവത്തിന് ശേഷം താൻ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും തനിക്ക് എന്തോ സങ്കടമുണ്ടെന്ന് തോന്നിയിരുന്നെങ്കിലും അത് ഗായത്രിയുടെയും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് കരുതി അവരും തന്നെ ഒറ്റയ്ക്ക് വിടുകയായിരുന്നു. അങ്ങനെ രാവിലെ വൈകിട്ട് നേരത്തെയും കോളേജിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം താൻ ക്ലാസ് വിട്ട് വൈകുന്നേരം വരുമ്പോൾ നന്ദുവിന്റെ മുഖമെല്ലാം മാറി വല്ലാതെ ഇരിക്കുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ ഉച്ചയ്ക്ക് മെഡിസിൻ കഴിച്ചപ്പോൾ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്ന് അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. നല്ല മഴയുള്ള ദിവസമായിരുന്നു. എക്സാം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ അവൾക്ക് കോളേജിൽ പോകണം. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നത്. അമ്മയ്ക്ക് അന്നൊരു ചെറിയ പനിയുള്ളത് കൊണ്ട് തന്നെ അമ്മയെയും ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കാണിച്ചു. അവിടെ തന്നെ നിർത്തി. അവൾ മാത്രം അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നല്ല മഴയും കാറ്റുമായിരുന്നു അന്ന്. വീട്ടിലേക്കുള്ള വഴിയിൽ തൻ്റെ കാർ ഓഫായി. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കുറെ സമയം ശ്രമിച്ചു. പറ്റാതെയായതും അവൾ കാറിൽ നിന്നും ഇറങ്ങി. ടാക്സി വിളിക്കാനും മറ്റും അവൾ നോക്കി. പക്ഷേ കോളുകളൊന്നും എടുക്കുന്നില്ല. പലയിടത്തും മരങ്ങൾ വീണിട്ടുണ്ട് എന്ന് പോരുന്ന വഴി തന്നെ അറിഞ്ഞിരുന്നു. അവൾ കാറിന് പുറത്തുനിന്ന് തന്നെ ഒരുപാട് ട്രൈ ചെയ്തു ടാക്സിക്കായി. അപ്പോഴേക്കും നല്ല ഇടിമിന്നലും ഇടിവെട്ടും തുടങ്ങിയിരുന്നു. കാറ്റുമുണ്ടായിരുന്നു. പേടിയോടെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടി അവൾക്ക് മുന്നിൽ വന്ന് നിന്നത്. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടതും അവൾ ഞെട്ടി. അർജുൻ! അവൻ ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. എന്തുപറ്റി? അവളെ കണ്ടതും അവൻ ചോദിച്ചു. ആദ്യം അവളൊന്നും മിണ്ടിയില്ല. അവനെ കണ്ടതും എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്ത വെപ്രാണ് തോന്നി. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിന്നതേയുള്ളൂ. എന്തു പറ്റിയെന്ന് ചോദിച്ചത് കേട്ടില്ലേ? അവൻ വീണ്ടും അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. അവളൊന്ന് ഞെട്ടി. അത് കാർ ഓഫായി, പിന്നെ സ്റ്റാർട്ടാവുന്നില്ല, അവൾ പറഞ്ഞു. ഇനിയിപ്പോ ഈ രാത്രി മെക്കാനിക്കിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. താൻ വാ, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം, അവൻ പറഞ്ഞതും വേണ്ട, ഞാൻ ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, അവൾ പെട്ടെന്ന് പറഞ്ഞു. അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി.
പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞ് അവന്റെ കാറിൽ കയറി. കാറിൽ കയറിയിട്ടും അവൻ ഒന്നുകൂടി അവളെ നോക്കി. അവൾ നോക്കുന്നില്ല എന്ന് കണ്ടതും അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവൻ പോകുന്നത് കണ്ടതും അവൾ വേഗം വണ്ടിയിൽ കയറിയിരുന്നു. അവനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയത് അവൾ അറിഞ്ഞിരുന്നു. കുറച്ചുനേരം വണ്ടിയുടെ സീറ്റിലേക്ക് അവൾ ചാഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം കണ്ടതും അവൾ വേഗം റോഡിലേക്ക് ഇറങ്ങി. അവളെ കണ്ടതും ആ വണ്ടി അവളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. പക്ഷേ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് വിക്രമിന്റെ കൂട്ടുകാരായിരുന്നു. അവരാണ് എന്ന് മനസ്സിലായതും അവൾ കാറിലേക്ക് തന്നെ കയറാൻ പോയതും ഒന്ന് നിന്ന് ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നും രണ്ടുപേർ ചാടി ഇറങ്ങി. എന്താണ് ടീച്ചറെ ഇവിടെ രാത്രി? ആരെങ്കിലും അന്വേഷിച്ചിറങ്ങിയതാണോ? അന്ന് ഞങ്ങൾ തന്ന സുഖം തേടി വീണ്ടും ഇറങ്ങിയതാണോ എന്നൊക്കെ വൃത്തികെട്ട രീതിയിൽ അവളോട് സംസാരിച്ചു. അവൾക്ക് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പൊ താൻ ഒറ്റയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറാൻ പോയതും അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ കയറി പിടിക്കാൻ പോയതും പെട്ടെന്ന് അവൻ തെറിച്ചു പോകുന്നത് അവൾ കണ്ടത്. നിലത്ത് വീണ ആളെയും എന്താ സംഭവിച്ചത് എന്ന് അവൾ നോക്കിയതും മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന അർജുനെ കണ്ടു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. മഴ എല്ലാവരെയും നനച്ചു. മുന്നിൽ മഴയിൽ നനഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന അർജുനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. കൂടെ നിന്നവരും. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഈ ഒരു അധ്യായത്തിൽ തന്നെ എല്ലാം തീർക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ തീരുന്നില്ല, ഒരുപാട് ലെങ്തായി പോവും. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ഇപ്പൊ തന്നെ ഞാൻ അടുത്ത അധ്യായമായിട്ട് അപ്ലോഡ് ചെയ്തേക്കാവേ. എന്നാലാണ് നാളെ മുതൽ നമുക്ക് പുതിയ അധ്യായം തുടങ്ങാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.